എൻ്റെ പിറകിൽ കാണുന്ന ഈ സ്ഥലത്താണ്, ആ തിരി കത്തുന്ന സ്ഥലമാണ് സതീദേവി ദേഹത്യാഗം ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. അതേപോലെ ദക്ഷയാഗം നടന്നു എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് കൊട്ടിയൂർ. വളരെ വിശ്വാസവും ആചാരങ്ങളും കേരളത്തിൽ നിന്നല്ല, ലോകത്ത് ഇന്ത്യയിൽ തന്നെ വ്യത്യസ്തമായ ആചാര ഘടകങ്ങളുള്ള ഒരു സ്ഥലമാണ് കൊട്ടിയൂർ. നാരദമുനിയിൽ നിന്നും ദക്ഷയാഗത്തെക്കുറിച്ച് അറിഞ്ഞ ദേവി ഭഗവാൻ പരമശിവനോട് അനുവാദം ചോദിച്ചെങ്കിലും ക്ഷണിക്കാതെ വന്നാലുള്ള അപമാനത്തെക്കുറിച്ച് മുൻവിധിയുള്ള പരമശിവൻ പോകാൻ അനുവാദം കൊടുത്തില്ലെങ്കിലും ദേവിയുടെ ആഗ്രഹത്തിന് എതിർക്ക് നിൽക്കാതെ ക്ഷണിക്കാതെ പോയ വേദിയിൽ അപമാനമുണ്ടാകുമെന്നും ആ അപമാനം തിരിച്ചു വരുന്നതിനേക്കാൾ ഉത്തമം മരണമാണെന്ന് പറഞ്ഞ്, പക്ഷേ ദേവി അത് കേട്ടപ്പോൾ മനസ്സുകൊണ്ട് വിഷമമുണ്ടായെങ്കിലും ഈ യാഗസ്ഥലത്തേക്ക് എത്തുകയുണ്ടായി. ഇവിടെ എത്തിയപ്പോൾ ക്ഷണിക്കാതെ വന്ന സ്ഥലത്ത് ദക്ഷയാഗത്തിൽ എത്തിയ അവിടുന്ന് ആരോ ക്ഷണിച്ചിട്ടാണ് നീ വന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അപമാനിതയാവുകയും ആ അപമാനഭാരത്തിൽ ഭഗവാൻ പറഞ്ഞ വാക്കുകൾ ഓർക്കുകയും തിരിച്ച് കൈലാസത്ത് പോകാതെ ലോകമായ എല്ലാവർക്കും ശക്തി പകർന്നുകൊണ്ട് മനുഷ്യരൂപം പ്രാപിച്ച് സതി അനുഷ്ഠിച്ച വളരെ പ്രസിദ്ധമായ ആചാരങ്ങൾ കൊണ്ടും മനസ്സിലാക്കുന്ന ഒരു സ്ഥലമാണ് കൊട്ടിയൂർ. ഇത് ഫസ്റ്റ് ടൈം വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ എൻ്റെ വയസ്സ് 61. അപ്പോൾ ഈ 61 വയസ്സിൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഈ ദർശനം കിട്ടിയത്. നമുക്ക് ദൈവം കൊടുത്ത പ്രസാദമാണ്. അപ്പോൾ ഫാമിലിയോടെ കുടുംബത്തോടെ വന്നിട്ടുണ്ട്. മോളോടെ മോള് എല്ലാവരും വന്നിട്ടുണ്ട്. ഭയങ്കര വലിയ കണ്ടത് പിറகு நிம்மதியா இருக்கா? நல்ல நிம்மதி இருக்குங்க, சந்தோஷமா இருக்கு. நீ எல்லா தடவும் வருமா? எல்லா தடவும் வருவோம். நமக்கு நான் கடவுள் எவ்வளோ தூரம் கொடுத்துருக்க ஆயுசோ அவ்வளோ தூரம் வருவோம். இது എല്ലാ വർഷവും വരുമോ? എല്ലാ വർഷവും വരാറില്ല. അപ്പോൾ കണ്ടതിൽ ശേഷം മനസ്സിനൊരു സംതൃപ്തിയൊക്കെ ഉണ്ടോ? സംതൃപ്തിയുണ്ട്. ഇവിടെ പോകാൻ തോന്നുന്നുണ്ടോ? കാണാൻ പറ്റും. തിരക്ക് കുറവുണ്ടായിരുന്നല്ലേ? തിരക്ക് കുറവുണ്ടായിരുന്നു. ഇന്നലെയൊക്കെ നല്ല തിരക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത്ര റഷ് തോന്നുന്നില്ല. നമ്മൾ മറ്റ് ശിവക്ഷേത്രങ്ങളിൽ പോയാൽ ശിവലിംഗം അല്ലെങ്കിൽ അത്തരം ആരാധനാ വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ പ്രകൃതി തന്നെയാണ് ശിവക്ഷേത്രമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഭക്തജനങ്ങളെല്ലാം ഇവിടെ ഈ വർഷത്തിൽ 28 ദിവസം നടക്കുന്ന ആചാരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ ദക്ഷയാഗം നടന്നു എന്ന് അറിയപ്പെടുന്ന ഈ കൊട്ടിയൂരിൽ വന്ന് ഒരു നേരമെങ്കിലും പ്രാർത്ഥിച്ചു പോകാത്ത ഹിന്ദു വിശ്വാസികൾ ആരും തന്നെ ഇല്ല. വളരെ പ്രത്യേകതയുള്ള ഒരു ആചാര അനുഷ്ഠാനങ്ങൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ കൊട്ടിയൂർ ദക്ഷയാഗം നടന്ന സതീദേവി ദേഹവിയോഗം ചെയ്ത ഒരു സ്ഥലം കൂടിയാണ്. പ്രകൃതി തന്നെ കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയ ഈ അപൂർവ സിദ്ധിയുള്ള ഒരു സ്ഥലമാണ് കൊട്ടിയൂർ. കൊട്ടിയൂരിൽ നിന്നും കർമ്മ ന്യൂസിന് വേണ്ടി രാംഭദ്രൻ.